മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു മീനുവിന്റെയും രാജുവിന്റെയും വീട്. അവരുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് അമ്മൂമ്മയാണ് അവരെ വളർത്തിയത്. ദരിദ്രരായതുകൊണ്ട് അവരുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലായിരുന്നു. 3 പേരും രാവിലെ തന്നെ കാട്ടിൽ പോയി വിറക് ശേഖരിക്കുമായിരുന്നു. മീനു, നീ ഇതുവരെ എത്ര വിറക് ശേഖരിച്ചു? ഞാൻ 15 വിറകുകൾ ശേഖരിച്ചു. ബുദ്ധൂസ്, നിനക്കാണെങ്കിൽ 10 എണ്ണല്ലേ കിട്ടിയുള്ളൂ. അമ്മൂമ്മ ഇവള് നുണ പറയുകയാ. ഇവൾ 10 കഷ്ണമേ കൂട്ടിയിട്ടിട്ടുള്ളൂ. എന്നിട്ട് എന്റെ 5 വിറകുകൾ കട്ടെടുത്തതാ. നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതിരിക്കൂ. രണ്ടാളും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അവനവന്റെ ജോലിയിൽ ശ്രദ്ധിക്ക്, അതിൽ സന്തോഷം കണ്ടെത്ത്. ഒരു ദിവസം രാജുവും മീനുവും അമ്മൂമ്മയും വിറക് കഷ്ണങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ആരോ കരയുന്ന ശബ്ദം കേൾക്കാനിടയായി. ഈ ശബ്ദം ആ തടാകത്തിൽ നിന്നാണല്ലോ വരുന്നത്. പോയി നോക്കിക്കളയാം. ഏതെങ്കിലും ക്രൂര മൃഗങ്ങളാണെങ്കിലോ? മോളെ, കരയുന്നവരെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ഒന്നുമില്ലെങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കുകയെങ്കിലും ചെയ്യാം. ആരാ കരയുന്നെന്ന് നോക്കാലോ. 3 പേരും തടാകക്കരയിലേക്കെത്തി. മരത്തിനു പുറകിൽ മറിഞ്ഞിരുന്ന് അവർ നോക്കി നിന്നു. ഒരു രാക്ഷസൻ തടാകക്കരയിൽ കിടക്കുന്നതും കരയുന്നതും അവർ കണ്ടു. ഓ, ഇതേതോ ഭീകരനായ രാക്ഷസനാണെന്ന് തോന്നുന്നു. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകണോ? ആദ്യം ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി. അമ്മുമ്മ രാക്ഷസന്റെ അടുത്തേക്ക് പോയി. അപ്പോ അവർ കണ്ടത് രാക്ഷസന്റെ ദേഹമാസകലം പരിക്കേറ്റ് കിടക്കുന്നതാണ്. രാക്ഷസന് കല്ലേറേറ്റതുപോലെയായിരുന്നു കിടന്നിരുന്നത്. നീ ആരാണ്? എന്താ നീ ഇവിടെ ചെയ്യുന്നത്? അമ്മേ, ഞാൻ സമുദ്രത്തിലെ ഒരു ദ്വീപിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ മാംസം കഴിക്കാറില്ല. അതുകൊണ്ട് എന്റെ വർഗത്തിലുള്ളവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാൻ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ ആളുകൾ എന്റെ മുഖവും രൂപവും ഒക്കെ കണ്ട് പേടിച്ചു. അവരാണ് എന്നെ കല്ലെറിഞ്ഞത്. ഞാൻ ഓടി ഓടി ഇവിടെ വരെ എത്തി. രാജു, മീനു, മരത്തിന്റെ പുറകിൽ നിന്നും പുറത്തേക്ക് വാ. ഇത് ദുഷ്ടനായ രാക്ഷസനല്ല. രാജുവും മീനുവും അമ്മൂമ്മയും ചേർന്ന് രാക്ഷസന്റെ മുറിവുകൾ കഴുകി. കഴിക്കാനായി ഫലങ്ങൾ കൊടുത്തു. ഈ ഫലങ്ങൾ ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് തന്നെ പറിച്ചതാ. നീ നോക്കുകയാണെങ്കിൽ നിനക്കും ഇവിടുന്ന് മാങ്ങയും ഞാവൽപ്പഴങ്ങളും അമൃതും ഒക്കെ കിട്ടും. പിന്നീട് രാമുവും അമ്മൂമ്മയും മീനുവും എപ്പോഴെല്ലാം കാട്ടിൽ പോകുന്നുണ്ടോ അപ്പോഴെല്ലാം രാക്ഷസനെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു പോലീസുകാരൻ അവരെ 3 പേരെയും തടഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കൂ. നാളെ മുതൽ കാട്ടിൽ പോകരുത്. സർക്കാർ കാട്ടിൽ ചെന്നുള്ള മരം വെട്ടൽ നിരോധിച്ചിരിക്കുകയാണ്. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സർ. ഞങ്ങള് മരം വെട്ടുകാരൊന്നുമല്ല. വെറുതെ നിലത്ത് കിടക്കുന്ന വിറക് കഷണങ്ങൾ ശേഖരിക്കുകയേ ഉള്ളൂ. അമ്മൂമ്മേ, ഞങ്ങളെ പൊട്ടന്മാരാക്കരുത്. ഒരു പ്രാവശ്യം ഞാൻ കേറണ്ടെന്ന് പറഞ്ഞാ കേറണ്ട. അങ്ങനെ അവരുടെ കാട്ടിലേക്കുള്ള യാത്ര തടയപ്പെട്ടു. വിറക് കിട്ടാനില്ലാത്തത് കാരണം രാജുവിന്റെയും മീനയുടെയും വീട്ടിൽ പലപ്പോഴും അടുപ്പ് പുകയാതെയായി. പഴങ്ങളും കിട്ടാതെയായി. അമ്മൂമ്മ പരിചയക്കാരുടെ കടയിൽ നിന്നും അവർക്ക് വേണ്ട സാധനങ്ങൾ കടം വാങ്ങി തുടങ്ങി. അങ്ങനെ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതാ മക്കളെ, ഇത് ബിസ്ക്കറ്റാ. ഉപ്പുള്ളതാണ്, എങ്കിലും കഴിച്ചോളൂ. എനിക്കറിയില്ല ഇനി എന്ന് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയുമെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമ്മുമ്മ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നു. കടക്കാരൻ അപ്പോൾ കടം കൊടുക്കാൻ വിസമ്മതിച്ചു. ഇതിനു മുന്നേ വാങ്ങിയ സാധനങ്ങളുടെ പണമൊന്നും തരാതെ പിന്നെയും സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്നു. കടം മേടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല എന്റെ അമ്മൂമ്മേ. ഒരു കാര്യം ചെയ്യ്, കുട്ടികളെയും കൂട്ടി മുംബൈക്ക് പൊക്കോ. എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാതിരിക്കില്ല. മുത്തശ്ശി വീട്ടിലേക്കെത്തി എല്ലാ കാര്യങ്ങളും രാജുവിനോടും മീനുവിനോടും പറഞ്ഞു. എന്താ മക്കളെ, നമുക്ക് മുംബൈക്ക് പോയാലോ? ആ മുമ്മേ, നമുക്ക് പോവാം. മുംബൈ കാണാനെന്ന് ഓർക്കുമ്പോ എക്സൈറ്റഡാ ഞാൻ. പക്ഷെ അമ്മൂമ്മേ, നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ധാരാളം പണം വേണ്ടേ? നിങ്ങളുടെ മുത്തശ്ശന്റെ ഓർമ്മയാണ് ഈ താലി. ഈ താലി എന്നും എന്റെ കൂടെ ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഇത് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാം. രാജുവും മീനുവും മുത്തശ്ശിയും മുംബൈക്ക് പോയി. എന്നാൽ അവർക്ക് അവിടെ എന്ത് കച്ചവടം ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. അമ്മൂമ്മ, മുംബൈയിൽ വടാപ്പാവിന്റെ കച്ചവടം വളരെ പ്രശസ്തമാണ്. നമുക്ക് വടാപ്പാവിന്റെ കച്ചവടം തുടങ്ങിയാലോ? പിന്നെ വടാപ്പാവ് എല്ലായിടത്തും ഉണ്ടാവും. വെറുതെ അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാ നമുക്ക് സമൂസയും ബ്രെഡ് പക്കോട ഉണ്ടാക്കാം. വേണ്ട, ചൗമീനും ദോശയും മതി. ചൗമീൻ ഉണ്ടാക്കാൻ കാരണം ഈ പരിസരത്തെങ്ങും ചൗമീന്റെ കടയെങ്ങും കാണുന്നില്ല. എന്നാൽ അപ്പോൾ കാട്ടിൽ രാക്ഷസന് വേവലാതിയായി.
കാട്ടിലേക്ക് രാജുവിനെയും മീനുവിനെയും കാണാതായിട്ട് ദിവസങ്ങളായിരുന്നു. എന്താ പറ്റിയതെന്നറിയില്ല. രാജുവും മീനുവും അമ്മൂമ്മയും എന്നെ കാണാൻ വരാത്തത് എന്തുകൊണ്ടാ? എന്നെ പേടിച്ചിട്ടാകുമോ? അതോ എന്നോടെന്തെങ്കിലും വഴക്കുണ്ടായിരിക്കുമോ? എന്തായാലും ഞാൻ ഒരു തവണയെങ്കിലും അവരെ പോയി കണ്ടേ തീരൂ. ഒരു ദിവസം രാക്ഷസൻ കാട്ടിൽ നിന്നും പുറത്ത് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചു. എന്നാൽ അവൻ പോലീസിന്റെ കണ്ണിൽ പെട്ടു. രാക്ഷസന്റെ പിന്നാലെ തോക്കും കൊണ്ട് അയാൾ പാഞ്ഞു. രാക്ഷസൻ ഓടി കുളത്തിൽ ചാടി, എന്നിട്ട് വെള്ളത്തിൽ മറിഞ്ഞു കിടന്നു. അങ്ങനെ ഇത്തവണ അയാൾ രക്ഷപ്പെട്ടു. പോലീസുകാരൻ അവിടുന്ന് പോയതും രാക്ഷസൻ പുറത്തേക്ക് വന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും രാജുവിനെയും മീനുവിനെയും അമ്മൂമ്മയെയും കണ്ടേ മതിയാകും. അവരെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുമോന്ന് അറിയില്ലല്ലോ. അവര് 3 പേരും വലിയൊരു പ്രശ്നത്തിൽ തന്നെയായിരുന്നു. കാരണം അവരുടെ ചൗമീന്റെ കച്ചവടം ആകെ കുഴപ്പത്തിലായിരുന്നു. അവരുടെ കടയുടെ അടുത്ത് വേറെ 2 പേർ കൂടി ആ കച്ചവടം തന്നെ തുടങ്ങി. രാജു, നീ നാട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് ജമീന്ദാറിന്റെ കൃഷിയിടത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്ക്. ഇവിടെ മുംബൈയിൽ നമ്മുടെ 3 ആളുടെയും ചെലവിനുള്ളത് കിട്ടുന്നേയില്ല. എന്തായാലും ഞങ്ങൾക്ക് 2 ആൾക്കുള്ള വക എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. രാജു നാട്ടിലേക്ക് തിരിച്ചെത്തി. രാക്ഷസൻ മാമയെ കണ്ടിട്ടിപ്പോ കുറെ നാളായിട്ടുണ്ടല്ലോ. എന്തായാലും അദ്ദേഹത്തെ കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുക തന്നെ വേണം. ഒരു ദിവസം രാത്രിയിൽ മരങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചിരുന്നു. കാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റിനടുത്ത് അവിടുത്തെ പോലീസുകാർ ഉറങ്ങുന്നത് നോക്കി കാത്തിരുന്നു. അങ്ങനെ അവർ ഉറങ്ങാൻ കയറിയപ്പോ അവൻ പതിയെ കാട്ടിലേക്ക് നടന്നു. രാക്ഷസൻ ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രാക്ഷസൻ രാജുവിനെ കണ്ടതും മരത്തിൽ നിന്നും താഴേക്ക് ചാടി. നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ അമ്മാവ. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ വല്ലാത്ത കഷ്ടപ്പാടാണ് മോനെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും കാട്ടിലേക്ക് കയറി വരും. അത് കാരണം എനിക്ക് എപ്പോഴും ഒളിച്ചിരിക്കേണ്ടതായി വരും. നിങ്ങൾ 3 പേരും എങ്ങോട്ട് പോയതാ? ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ട് വരാഞ്ഞതെന്താ? ഞങ്ങൾ മുംബൈക്ക് പോയിരിക്കുമായിരുന്നു. മുത്തശ്ശിയും മീനും ഇപ്പോഴും അവിടെ തന്നെയാണ്. എന്നാൽ അവിടെ കച്ചവടം ഒന്നും നന്നായി നടക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്ത് കച്ചവടമാ നിങ്ങൾ അവിടെ തുടങ്ങിയത്? ചൗമീന്റെ കച്ചവടമാ തുടങ്ങിയത്. ചൗമീനോ? അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ബ്രെഡ് പക്കോടയും ഇഷ്ടമാണ്. എന്റെ അമ്മ ചെറുപ്പത്തിൽ എനിക്ക് പക്കോട ചൗമീൻ ഉണ്ടാക്കി തരുമായിരുന്നു. പക്കോട ചൗമീനോ? ആ, ചൗമീൻ ഉണ്ടാക്കി പാത്രത്തിൽ വെച്ചിട്ട് ശരിയാക്കി എടുക്കണം. അപ്പോഴത് പക്കോട ചൗമീനായി മാറിയിരിക്കും. എങ്കിൽ മുത്തശ്ശിയോട് പക്കോട ചൗമീൻ ഉണ്ടാക്കാൻ പറയാം. ശരിയാണ് പറഞ്ഞത്. സാധാരണ ചൗമീൻ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ. പക്ഷെ നിങ്ങൾ പക്കോട ചൗമീൻ ഉണ്ടാക്കിയാൽ വേറെ ആരും അത് ഉണ്ടാക്കുകയില്ല. ആളുകളെല്ലാം നിങ്ങളുടെ കടയിലേക്ക് വരികയും ചെയ്യും. രാക്ഷസൻ അമ്മാവ, ഇത്തവണ ഞാൻ മുംബൈയിലേക്ക് ഒറ്റയ്ക്കല്ല പോകുന്നത്. നിങ്ങളെയും കൊണ്ടുപോകും. ഇല്ല, എനിക്ക് ആളുകൾക്കിടയിൽ വരുന്നത് പേടിയാ. പേടിക്കണ്ടെന്നേ, ഞാൻ ആളുകളോട് പറഞ്ഞോളാം മാമൻ ആരെ ഉപദ്രവിക്കാത്ത നല്ല രാക്ഷസനാണെന്ന്. രാജു പിറ്റേന്ന് തന്നെ പോലീസുകാരോട് സംസാരിച്ചു. അങ്കിൾ, കാട്ടിലൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ എന്റെ കൂടെ വിടണം. ഈ രാക്ഷസന്മാർ നമുക്കെല്ലാം അപകടമാ. അതുകൊണ്ട് അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങൂ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ അങ്കിൾ. ഈ രാക്ഷസൻ മാംസം തിന്നുകയില്ല. അതു കാരണമാ അദ്ദേഹത്തെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത്. അങ്ങനെ അദ്ദേഹം എവിടെയും പോകാനില്ലാതെ നമ്മുടെ ഇടയിൽ വന്നപ്പോ നമ്മളാ അദ്ദേഹത്തെ കണ്ട് പേടിച്ചത്. എന്നിട്ട് കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ രാക്ഷസനോട് ചെയ്തത് അന്യായമാണ്. ശരി, നിനക്ക് ആ രാക്ഷസനെ കൊണ്ടുപോകാം. അങ്ങനെ രാജു ആ രാക്ഷസനെ കാട്ടിൽ നിന്നും പുറത്തെത്തിച്ചു. ഗ്രാമത്തിലുള്ളവരെല്ലാം രാജുവിനെ രാക്ഷസന്റെ കൂടെ കണ്ട് ആശ്ചര്യപ്പെട്ടു. രാജു രാക്ഷസനെയും കൂട്ടി മുംബൈക്ക് പോന്നു. അവൻ കച്ചവടം നടത്തുന്നതിനായി തട്ടുകടയിലേക്ക് രാക്ഷസനെയും കൂട്ടി. അങ്ങനെ ഒത്തിരി ആളുകൾ കടയിൽ വരാൻ തുടങ്ങി. അവിടെ അവർക്ക് രാക്ഷസനെ കാണുകയും ചെയ്യാം, പക്കോട ചൗമീൻ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ രാജുവിന്റെയും മീനുവിന്റെയും മുത്തശ്ശിയുടെയും സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടി. അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. അവരന്ന് രാക്ഷസനെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ഇതുപോലെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് തന്നെ തിരിച്ചു കിട്ടും. ഗൗരവ് റെയിൽവേ സ്റ്റേഷനടുത്ത് ഗോപി ആലു പറാത്ത തയ്യാറാക്കിക്കൊണ്ട് വിറ്റുകൊണ്ടിരുന്നു. വരൂ വരൂ, ചൂടുള്ള ഗോപി ആലു പൊറോട്ട കഴിക്കൂ. ഗൗരവിന്റെ വീട്ടിൽ അവന്റെ അമ്മ, ഭാര്യ, പിന്നെ അവന്റെ മകളും ഉണ്ടായിരുന്നു. ഗൗരവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും.
എന്നാലും അദ്ദേഹത്തിന് കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല. നോക്കൂ, ഗോപി ആലു പറാത്ത ചെയ്യാൻ ഒരുപാട് ചിലവാകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സാധാ പറാത്ത വിറ്റ് നോക്കൂ. അതുകൊണ്ട് നമുക്ക് ചിലവും കുറയും, നമ്മുടെ ലാഭവും കൂടും. ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. സാധാരണ പൊറോട്ട ആർക്കും ഇഷ്ടമല്ലെന്നേ. അച്ഛൻ ഗോപി ആലു പൊറോട്ടയാണ് ചെയ്തു വിറ്റിരുന്നത്. അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യും. ഗൗരവിന് പലതരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പലതരം ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. ചേട്ടാ, പൊറോട്ട മാത്രമല്ല ഗോപി ആലുവും കുറച്ച് തരൂ. പിന്നെ എനിക്ക് പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് തരണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ തൈര് വേണം. ഗൗരവിന് ചില സമയത്ത് തന്റെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് കേട്ട് മടുത്തു പോകും. പൊറോട്ടയുടെ കൂടെ നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പണം തരണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല. കണ്ടോ, ഈ ഗൗരവ് പച്ചക്കറിക്ക് പ്രത്യേകം പൈസ ചോദിക്കുന്നു. വരൂ, നമുക്ക് ആർക്കും ഈ കടയിൽ നിന്ന് കഴിക്കണ്ട. അയ്യോ, ഒരു നിമിഷം, നിങ്ങൾ എവിടെ പോകുന്നു? ഒന്ന് നിൽക്കൂ. ഒരു ദിവസം ഗൗരവ് വളരെ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. എന്തു പറ്റി? ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞുകൊണ്ടേ വരുന്നു. ജനങ്ങൾക്ക് പണം തരാനും താല്പര്യമില്ല. എന്നാൽ തൈര്, അച്ചാറ്, പച്ചക്കറി ഇതെല്ലാം ചോദിക്കുന്നു. വരൂ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പൊ ഒന്ന് റിഫ്രഷ് ആകും. നമ്മുടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാനുള്ള പണമൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഗൗരവ് ചുറ്റിക്കാണാൻ അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു. അതൊരു ഗ്രാമമാണ്. വഴിയിൽ ഗൗരവനും ഗൗരവന്റെ ഭാര്യയ്ക്കും വളരെ ദാഹിച്ചു. അവർക്ക് എവിടെ നിന്നോ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു. ഈ അരുവിയുടെ ശബ്ദം കിഴക്ക് ദിശയിൽ നിന്നാ വരുന്നത്. ഗൗരവും അവന്റെ ഭാര്യയും കിഴക്ക് ഭാഗത്തിലേക്ക് പോയി. അവർ കുറച്ചകലെ വെള്ളച്ചാട്ടവും കണ്ടു. ഈ അരുവി കാണാൻ നല്ല രസം. ഗൗരവും അവന്റെ ഭാര്യയും വെള്ളം കുടിച്ച് അവരുടെ ദാഹം മാറ്റി. അതോടൊപ്പം കൈകാലം കഴുകി. അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആരോ വേദനയിൽ പിടയുന്ന പോലെ ശബ്ദം കേട്ടു. ഈ ശബ്ദം വെള്ളച്ചാട്ടത്തിന്റെ പുറകെ നിന്നാണ് കേൾക്കുന്നത്. അരുവിയിലേക്ക് ഒന്ന് ചാടി നോക്കണം. അപ്പോഴേ അവിടെ എന്താണുള്ളതെന്ന് മനസ്സിലാകൂ. പക്ഷെ വെള്ളച്ചാട്ടത്തിന്റെ അകത്തേക്ക് പോകുന്നത് ഒരു ആപത്തായാലോ? ഇത് എന്തെങ്കിലും ട്രാപ്പായി കൂടിയിരിക്കാം. അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. ഞാൻ ഒന്നിനു വേണ്ടിയും ഇവിടെ വലവീശിയതല്ല. എന്നെ രക്ഷിക്കൂ. ഞാനൊരു സ്വാമിയാണ്. എന്നെ ഇവിടെ നിന്നും മോചിപ്പിക്കൂ. ഞാൻ ആ അരുവിക്കകത്ത് പോയി നോക്കാൻ പോകുക. ഒരുപക്ഷെ ഞാൻ അവിടെ അകപ്പെട്ടാൽ എന്നെ പോലെ ആരെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലേ? ഗൗരവ് വെള്ളച്ചാട്ടത്തിൽ ചെന്നു. അവിടെ നോക്കുമ്പോൾ ഒരു മുനിയെ മുള്ളുകൊണ്ടുള്ള തൂണിൽ കെട്ടിയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് രക്തം വന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? ഞാൻ നിന്നോട് എല്ലാം പറയാം. ആദ്യം എന്നെ ഒന്ന് മോചിപ്പിക്കൂ. ഗൗരവ കെട്ടയച്ചിട്ടു. മുനി ഇപ്പോൾ മോചിതനായി. നിനക്ക് ഒരുപാട് നന്ദി. ഞാൻ ഒരു സ്വാമിയാണ്. എന്റെ അടുത്ത് ചില ശക്തികളുമുണ്ട്. മനുഷ്യരുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നിറവേറ്റാൻ കഴിയും. ജനങ്ങൾ എന്റെ ശക്തി തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അവരുമായി അംഗീകരിക്കാത്തപ്പോൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതുപോലെ അടച്ചു വെച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അതുപയോഗിച്ച് വെളിയിലേക്ക് വരാത്തത്? ഞാൻ എന്റെ ശക്തികൾ ഒരിക്കലും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. ശരി സ്വാമി, ഞാനെന്നാൽ പുറപ്പെടുക. എനിക്കെന്റെ അമ്മായിയമ്മ വീട്ടിലെത്തണം. ഒരുപാട് ലേറ്റായി. നീ എന്തിനാണ് വെറും കൈയോടെ പോകുന്നത്? നീ എന്നെ സഹായിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചോദിക്ക്. ഇല്ല സ്വാമി, ഞാൻ എന്റെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിച്ച് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഗൗരവ് പറഞ്ഞത് കേട്ട് മുനി സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ ഗൗരവിനെ ആശീർവദിക്കുകയും ചെയ്തു. ഗൗരവ് അമ്മായിമ്മയുടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും തന്റെ ഗോപി ആലു പറാത്ത ബിസിനസ് തുടങ്ങി. വരൂ, ചൂടുള്ള രുചിയുള്ള ആലു ഗോപി പൊറോട്ട കഴിക്കൂ. വരൂ. കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ ഡിമാൻഡുകൾ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കൂ, പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എന്നാൽ പച്ചക്കറിയൊന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പറാത്തയിൽ നിന്ന് ഉപ്പേരി പുറത്തേക്ക് വന്നത്. എനിക്ക് പൊറോട്ടയോടൊപ്പം തൈര് വേണം. എന്റെ അടുത്ത് തൈരുമില്ലല്ലോ. പക്ഷെ പെട്ടെന്ന് ആ കസ്റ്റമറിന്റെ പറാത്തയ്ക്ക് പുറത്ത് തൈരും പുറത്തു വന്നു. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് വേണം. എന്നാൽ എന്റെ അടുത്ത് അച്ചാറുമില്ല. അപ്പോഴാണ് മൂന്നാമത്തെ കസ്റ്റമറിന്റെ പ്ലേറ്റിൽ നിന്ന് അച്ചാറും വന്നത്. അവിടെയുള്ളവർ ആശ്ചര്യപ്പെട്ടു നോക്കി. ഇതെന്താണിത്? ഞാൻ 3 പേർക്കും പച്ചക്കറിയും തൈരും അച്ചാറും കൊടുത്തില്ലല്ലോ. എന്നാൽ ഇതെല്ലാം ഇവരുടെ പ്ലേറ്റിൽ എങ്ങനെ വന്നു? അപ്പോഴാണ് ഗൗരവ് ഇതിനു മുന്നേ വെള്ളച്ചാട്ടത്തിനുള്ളിൽ രക്ഷിച്ച് മുനി അവിടേക്ക് വന്നത്.
ഇവിടെ നോക്കൂ, 2 പൊറോട്ട തരൂ. തൈരും അച്ചാറും പച്ചക്കറിയും തരൂ. അങ്ങനെ പറഞ്ഞ് മുനി അപ്രത്യക്ഷിതപ്പെട്ടു. ഈ അത്ഭുതങ്ങളെല്ലാം ആ മുനി കാരണമാണ് സംഭവിക്കുന്നതെന്ന് ഗൗരവന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഗൗതമിന്റെ അടുത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. എല്ലാവരും പറാത്ത കഴിക്കാനാണ് വന്നത്. അവരുടെ ഈ പറാത്തയ്ക്കൊപ്പം ഉപ്പേരി, തൈര്, അച്ചാറ് എന്ത് ചോദിച്ചാലും അതാ പറാത്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടെ പ്ലേറ്റിലേക്ക് വരും. ഗൗരവ് സത്യസന്ധമായി പറാത്തയുടെ പൈസ മാത്രം വാങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഗൗരവ് വലിയ പണക്കാരനുമായി. ഗൗരവ് എല്ലാവരോടും നടന്ന സത്യം പറഞ്ഞു. അതായത് ഒരു മുനി കാരണമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന്. അദ്ദേഹത്തെയാണ് ഗൗതം വെള്ളച്ചാട്ടത്തിനകത്ത് രക്ഷിച്ചത്. പിന്നെ ആ മുനി വെള്ളച്ചാട്ടത്തിനടുത്തിരുന്ന് തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഗൗരവിന്റെ അടുത്ത് ദീപക് എന്നാൾ പറാത്ത തള്ളുവണ്ടി വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും പറാത്ത തന്നെയാണ് വിറ്റത്. അവനെന്ത് ചിന്തിച്ചു എന്നോ, അവനും ആ മുനിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാൽ ഗൗരവിനെ പോലെ പണക്കാരനാവാമെന്ന് ആഗ്രഹിച്ചു. ദീപക് ഗൗരവിനോട് സംസാരിക്കുന്ന മട്ടിൽ ആ മുനി എവിടെയുണ്ടെന്ന് അവൻ ചോദിച്ചറിഞ്ഞു. ദീപക് തോക്കുമെടുത്തുകൊണ്ട് ആ മുനിയുടെ അടുത്തേക്ക് ചെന്നു. നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? വായടക്കേ, എന്റെ പേര് ദീപക്. ഞാൻ ഗൗരവിന്റെ കടയുടെ അടുത്ത് ആ കടയിട്ടിരിക്കുന്നത്. നിങ്ങൾ അവന് വരം കൊടുത്ത് വലിയ തെറ്റ് ചെയ്തു. നീ തെറ്റിദ്ധരിച്ചതാണ്. ഗൗരവ് സത്യത്തിൽ നല്ല വ്യക്തിയാണ്. ഞാൻ അവന് ഒരു വരവും കൊടുത്തിട്ടില്ല. എപ്പോഴും നന്നായിരിക്കുന്ന് ഞാൻ അവനെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. കിഴവാ, എന്നോട് അധികം സംസാരിക്കണ്ട. മര്യാദയ്ക്ക് എനിക്കും അതുപോലെ ഒരു വരം താ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ തന്നെ കൊന്നുകളയും. അങ്ങനെയൊന്നും ആർക്കും അനുഗ്രഹിക്കാൻ പറ്റില്ല മോനെ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ദീപക് മുനിയുടെ കഴുത്തിലേക്ക് പിടിച്ചു. അവൻ അദ്ദേഹത്തിന്റെ കഴുത്തിനെരിച്ച് ഇങ്ങനെ പറഞ്ഞു. വേഗം അനുഗ്രഹിച്ചോ, അല്ലെങ്കിൽ തന്റെ ജീവൻ ഞാനിങ്ങെടുക്കും. ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അടുത്ത ദിവസം ദീപക് വളരെ സന്തോഷിച്ച് അവന്റെ ബിസിനസ്സും തുടങ്ങി. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ പറാത്ത വെച്ച് കൊടുത്തപ്പോൾ ആ പ്ലേറ്റിൽ പറാത്തയ്ക്ക് മുകളിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ എത്ര തവണ പറാത്ത വെച്ചാലും എല്ലാ തവണയും പാമ്പുകൾ വന്നു. കസ്റ്റമേഴ്സ് ദീപകിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങുന്നത് നിർത്തി. എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങി. ഗൗരവ് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടിയെന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് 2 വേലക്കാരെ നിർത്തിക്കൊണ്ട് ഗൗരവ് ഒരു റെസ്റ്റോറന്റ് തുറന്നു. അങ്ങനെ സത്യസന്ധത പ്രയത്നം കൊണ്ട് ബിസിനസ്സിൽ മുന്നേറി ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു.